ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറും. തെളിവുകൾ അടക്കമുള്ള മുഴുവൻ രേഖകളുമാണ് കൈമാറുക. ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് റിപ്പോർട്ട് പരിശോധിക്കും. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷപ്ന, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഹൈക്കോടതി ഒന്ന് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്ര വെച്ച കവറിൽ സർക്കാർ ഹൈക്കോടതി കൈമാറണമെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒപ്പം തന്നെ കേസ് എന്നാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും എത്തുക? വീണ, നാളെയായിരിക്കും പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗ് ഒരുപക്ഷെ ആരംഭിക്കുക. കാരണം കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ച വേളയിൽ നാളെ ഹർജികൾ പരിഗണിക്കാം എന്ന് വ്യക്തമാക്കുകയും സർക്കാരിനോട് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ പൂർണ്ണ രൂപം ഹാജരാക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ റിപ്പോർട്ട് കൈമാറുന്നത്. റിപ്പോർട്ടിൽ തെളിവുകൾ അടക്കമുള്ള എല്ലാ രേഖകളും അടങ്ങുന്ന റിപ്പോർട്ടാണ് കൈമാറുക. അത് മുദ്രവെച്ച കവറിലായിരിക്കും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് കോടതിക്ക് കൈമാറുക. ഇതിനുശേഷം കോടതി ഇത് പരിശോധിക്കും. അതോടൊപ്പം തന്നെ വലിയ റിപ്പോർട്ട് ആയതുകൊണ്ട്, കാരണം കൂടുതൽ പേജുകൾ ഉള്ളത് കൊണ്ടും അതുപോലെ ഇത് പഠിക്കേണ്ടതുള്ളത് കൊണ്ടും അമിക്കസ് ക്യൂറിയെ നിയമിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരുപക്ഷെ അമിക്കസ് ക്യൂറിയെ നിയമിച്ചായിരിക്കും ഇതിൽ തുടർ വാദങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക ബെഞ്ചിൽ ഒരു വനിതാ ജഡ്ജിനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങുന്ന ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ബെഞ്ചിലായിരിക്കും ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുക. തിരുവനന്തപുരം സ്വദേശി നൽകിയ ഹർജിയിലായിരുന്നു ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ഈ പൂർണ്ണ റിപ്പോർട്ട് ഹാജരാക്കണം എന്ന് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഈ റിപ്പോർട്ട് ഹാജരാക്കാൻ തയ്യാറാകുന്നത്. ഏതായാലും വിവരാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടുകയും വിവരാവകാശ കമ്മീഷനിൽ അപ്പീൽ നൽകിയ മാധ്യമ പ്രവർത്തകർക്ക് പ്രസക്തമായ ഭാഗങ്ങൾ, അതായത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കും എന്ന് കണ്ടെത്തിയ ഭാഗങ്ങൾ ഒഴിവാക്കി ബാക്കി ഭാഗങ്ങളാണ് കൈമാറിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഹൈക്കോടതിയിൽ ഹർജി എത്തുകയും ഇതിന്റെ പൂർണ്ണ രൂപം ഹൈക്കോടതി വിളിച്ചു വരുത്തി പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകമായി കോടതികൾ രൂപീകരിക്കണം. അതുപോലെ സിനിമാ നയം രൂപീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ എത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പൂർണ്ണമായും കോടതി പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. മറ്റൊന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രത്യേക സിനിമാ നയം വേണം, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ ഹർജികളുണ്ട്. ഈ ഹർജികളെല്ലാം തന്നെ ഒരുമിച്ച് പ്രത്യേക ബെഞ്ചായിരിക്കും കോടതി പരിഗണിക്കുക. ഏതായാലും ഇന്ന് ഈ റിപ്പോർട്ട് കൈമാറും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ശരി, ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.